Hello dear students, welcome to Earnest Academy. സോ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് PSC ഉടനെ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ട്രിപ്പിൾ ബിടെക് കഴിഞ്ഞ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് ആണ് ഇതിൻ്റെ മിനിമം യോഗ്യത. ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കെല്ലാം എഴുതാൻ പറ്റുന്ന വളരെ നല്ലൊരു എക്സാമാണിത് ആക്ച്വലി. സോ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരെ ആകാവുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സോഷ്യൽ വാല്യൂ ഒക്കെ ഉള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പോസ്റ്റാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ എക്സാം ഇതിനു മുമ്പ് നടത്തിയിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് പുറകോട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ തവണ 30-ഉം അതിനു മുമ്പ് 90-ന് മുകളിലും പോസ്റ്റിംഗ് ഈ ഒരു പർട്ടിക്കുലർ പരീക്ഷ കഴിഞ്ഞ് PSC നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നമുക്കിതിൽ ഇടം പിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ പരീക്ഷ ബിടെക് ലെവലിലുള്ള PSC എക്സാം ആയതുകൊണ്ട് അല്പം ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ തൊട്ട് മുമ്പ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് അനുസരിച്ചാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാനിവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ 10 ആണ്. മൊഡ്യൂൾ 10 ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റിയാണ്. പലതരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പല തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ വർക്കിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലാദ്യത്തെ ഒരു ടോപ്പിക്ക് നമുക്കെടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LVDT ആണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഡ്യൂസറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ LVDT എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആക്ച്വലി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് ക്ലിയറായി മനസ്സിലാവണം. അപ്പോൾ എന്തായാലും നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമറുകളിലും മറ്റും മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് പ്രൈമറി കോയിലിൽ നിന്ന് സെക്കൻഡറി കോയിലിലേക്ക് എനർജി ട്രാൻസ്ഫർ ആവുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ 2 കോയിലുകൾ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോയിലിൻ്റെ ലേഔട്ട്സ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. സോ ഞാനിവിടെ വരച്ചിരിക്കുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിൽ ഈ ഒരു കോയിലിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി കോയിൽ എന്ന് വിളിക്കും, അല്ലേ? പ്രൈമറി കോയിൽ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി കോയിൽ എന്നാണ്. ഓക്കെ, യെസ്. കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടക്ട് ചെയ്യുന്ന ഒരു വയർ കൊണ്ടാണ്, അല്ലേ? കറണ്ടിന് കടന്നു പോകാൻ പറ്റുന്ന എന്തിനേയും നമുക്കൊരു കണ്ടക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു വയറാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഈ വയറിനെ ചുരുട്ടിയെടുക്കുന്നതാണ് നമ്മൾ കോയിൽ എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി കോയിൽ നമ്മൾ നിവർത്തി ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോയിലിനെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റും. അബ്സല്യൂട്ട്ലി ഫ്രീ ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, AB എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്ന ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്യാണ്, സോ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് എ കറണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ഈ ഒരു ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോണിന് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു നമ്മൾ ഫ്ലക്സ് എന്ന് വിളിക്കും, ഫ്ലക്സ് ഉണ്ടാകുന്നതായിട്ട് സയൻറ്റിസ്റ്റുകൾ നോട്ട് ചെയ്തു. ഇലക്ട്രോണിന് ചുറ്റും ഒരു ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര വലുതാണ് എന്നുള്ളത് കറണ്ടിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദാറ്റ് നമുക്കിതിനെ പ്രൊപ്പോർഷണലായിട്ട് എഴുതാം. സോ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഫ്ലക്സ് കൂടും, കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ A
എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ ഞാനിവിടെ വരയ്ക്കാം. അപ്പോൾ ഈ പോകുന്നത് കറണ്ട് ഐ ആണ്. ഇവിടെ നമ്മൾ വൈ ആക്സിസിൽ എഴുതുന്നത് ടൈമാണ്. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സമയം മുമ്പോട്ട് പോകുന്തോറും കറണ്ടിൽ വേരിയേഷൻ വരുന്നു അല്ലേ? 0 സെക്കൻഡ് സമയത്ത് കറണ്ട് ഒട്ടുമില്ല. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കറണ്ട് 2 ആംപിയറായി. 2 സെക്കൻഡിലേക്ക് മാറിയപ്പോൾ അത് 4 ആംപിയർ കറണ്ടായി. 3-ാമത്തെ സെക്കൻഡിൽ ഇത് വീണ്ടും 2 ആംപിയറായിട്ട് കുറഞ്ഞു. 4-ാമത്തെ സെക്കൻഡിൽ ഇത് വീണ്ടും 0 ആംപിയറിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ടാബുലർ കോളത്തിന് ഒരു ഗ്രാഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇത്തരത്തിൽ ഉള്ളൊരു ഗ്രാഫാണ് കിട്ടുക. അപ്പം അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നതോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിന് സമയത്തിനനുസരിച്ച് എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ് ഈ ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഫിഗറിലേക്ക്. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ചാണ് ഫ്ലക്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ആംപിയർ കറണ്ട് ഇതിലെ പോകുമ്പോൾ ഉണ്ടായ ഫ്ലക്സാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 ആംപിയർ 4 ആംപിയറിലേക്ക് കൂടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്ലക്സും എന്ത് ചെയ്യും? ഇത്തരത്തിൽ വലുതാവും, ഫ്ലക്സും വലുതാവും. ഓക്കെ, കാരണം കറണ്ട് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഫ്ലക്സിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഉണ്ടാകുന്നതെന്നുള്ള നമ്മൾ പഠിച്ചു. സോ ഈ ഒരു ഓൾട്ടർനേഷൻ 4 സെക്കൻഡിനുള്ളിൽ ഈ കറണ്ട് 0-ൽ നിന്ന് 4ആയി, 4-ൽ നിന്ന് വീണ്ടും തിരിച്ച് 0-ലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എങ്ങനെയായിരിക്കും? ആദ്യം ചെറിയൊരു ഫ്ലക്സ് ഉണ്ടാവും, പിന്നെ ഫ്ലക്സ് അനുസരിച്ച് കൂടി വന്ന് വീണ്ടും എന്ത് ചെയ്യും? അതിനനുസരിച്ച് തന്നെ കുറഞ്ഞു വരും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഫ്ലക്സ് കൂടി കുറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഡിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നാണ് പറയുക. ചേഞ്ച് ഇൻ ഫ്ലക്സ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇതാ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇങ്ങനെ പോയി സെക്കൻഡറി കോയിലിൽ വന്ന് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡറി കോയിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും. ഇത് നിങ്ങൾ പല ലോസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ പ്രൊഡ്യൂസസ് ഫ്ലക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് ആ ഫ്ലക്സ് ഒരു ഇലക്ട്രോണിൻ്റെ മുകളിൽ വന്ന് തട്ടുകയാണെങ്കിൽ അവിടെ ഒരു കറണ്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസസ് എ കറണ്ട് അല്ലേ? നേരെ തിരിച്ച് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പ്രൈമറി കോയിലിൽ അതിലൂടെ ഒഴുകുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്തതുകൊണ്ട്, എങ്ങനെയാണ് മൂവ് ചെയ്തത്? വ്യത്യസ്ത സ്പീഡുകളിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ഓർക്കണേ. അതുകൊണ്ടാണ് നമുക്കൊരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായത്. ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെയാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആ ഫ്ലക്സ് തൊട്ടടുത്തുള്ള സെക്കൻഡറി കോയിൽ വന്ന് ടച്ച് ചെയ്യുമ്പം ആ കോയിലുള്ള ഇലക്ട്രോൺസ് ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചിരിക്കുന്ന പോലെ മാഗ്നറ്റിക്കൽ ഫ്ലക്സിന് ഒരുപാട് ദൂരം ഇത്തരത്തിൽ എയറിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഫ്ലക്സിന് എയറിലൂടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലക്സിന് ഒരു അലുമിനിയം തകിടിൻ്റെ ഉള്ളിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസിൻ്റെ ഉള്ളിലൂടെയോ പോകുന്ന അത്ര ഫ്രീ ആയിട്ട് എയറിലൂടെ പോകാൻ പറ്റില്ല. കാരണം എയറിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്, ഇരുമ്പിൻ്റെ ഉള്ളിലൂടെ പോകാൻ ഈസിയാണ് ഫ്ലക്സിന്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നതിൽ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഫ്ലക്സിനെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നിർബന്ധമായിട്ടും നമ്മളൊരു കോറ് വരച്ചിരിക്കണം. അപ്പോൾ അതാണ് ട്രാൻസ്ഫോമറിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോറ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, സോ ദിസ് ഇസ് കോർ വരച്ചു കഴിഞ്ഞാൽ ഈ കോർ എന്ത് ചെയ്തോളും? പ്രൈമറിയിൽ നിന്ന് ഉള്ള ഫ്ലക്സിനെ നേരെ എടുത്ത് സെക്കൻഡറിയിലേക്ക്, പ്രൈമറിയിൽ വരുന്ന ഫ്ലക്സിനെ നേരെ എടുത്ത് സെക്കൻഡറിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ അടുത്ത് സെക്കൻഡറി കോയിൽ കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ആണ് LVDT വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
എൽ വി ഡി ടി. അപ്പോൾ നമുക്ക് നേരെ എൽ വി ഡി ടിയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് എൽ വി ഡി ടി? എൽ വി ഡി ടി, ഓക്കെ. ഇപ്പോൾ എൽ വി ഡി ടിയുടെ എക്സ്പാൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, ഓക്കെ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ദിസ് ഈസ് യൂസ്ഡ് ടു മെഷർ വെരി സ്മാൾ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. വളരെ ചെറിയ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മളിപ്പം ലിറ്ററലി എങ്ങനെയാണ് ഡിസ്റ്റൻസ് അളക്കുന്നത്? നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെറിയ ഡിസ്റ്റൻസുകൾ അളക്കുന്നത്, അല്ലേ? പക്ഷേ ഇലക്ട്രോണിക്കലി വളരെ കൃത്യമായിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് പറയുന്നതും 3.2169 സെൻറ്റിമീറ്റർ എന്ന് നമ്മളൊരു ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്, ഒരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്ത് പറയുന്നതും വ്യത്യാസമുണ്ട്, അല്ലേ? ഇവിടെ കുറച്ചുകൂടി പ്രിസിഷൻ ഉണ്ട്. അപ്പോൾ കൺവെൻഷണൽ മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ പ്രിസിഷൻ, ആക്യുറസി കുറവാണ്. വളരെ കൃത്യമായിട്ട് ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് റോബോട്ടിക്സിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈവൻ ഈ 0.2169 എന്ന് പറയുന്നത് 0.2168 ആയാൽ തന്നെ അവിടെ വളരെ വലിയ രീതിയിലുള്ള മിസ്അലൈൻമെൻറ്റ് വരും. അത്ര കൃത്യമായിട്ട് ഡിസ്റ്റൻസ് അളക്കേണ്ട ആവശ്യം എവിടെയുണ്ട്? ഇൻഡസ്ട്രികളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൺവെൻഷണൽ മെത്തേഡുകൾ വിട്ട് എൽ വി ഡി ടി ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ എൽ വി ഡി ടി ഉപയോഗിച്ച് നമുക്ക് മീറ്ററുകളോ അല്ലെങ്കിൽ കിലോമീറ്ററുകളോ ഒന്നും അളക്കാൻ പറ്റില്ല. എൽ വി ഡി ടി ഉപയോഗിക്കുന്നത് മേ ബി ഒരു ലെസ് ദാൻ ഒരു 30 സെൻറ്റിമീറ്റർ, ഒരു 30 to 40 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ കൃത്യമായിട്ട് ഹൈ റെസൊല്യൂഷനിൽ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? അളന്ന് തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, ഓക്കെ. അപ്പോൾ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ലീനിയർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിനെ പറ്റി ആദ്യം പഠിച്ചത് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എൽ വി ഡി ടി നിങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. ഒരു സാധാരണ ട്രാൻസ്ഫോമർ അല്ല, സാധാരണ ട്രാൻസ്ഫോമറിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇനി ലീനിയർ എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ പൊതുവെ പറയാറുള്ള രണ്ട് വാക്കുകളാണ് ലീനിയറും അതേപോലെ തന്നെ റൊട്ടേഷണലും. ലീനിയർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഇതിനാണ് നമ്മൾ ലീനിയർ മൂവ്മെൻറ്റ് എന്ന് പറയാം, അല്ലേ? സോ ദിസ് ഇസ് എ ലീനിയർ മൂവ്മെൻറ്റ്. ഒരു റോട്ടറി മൂവ്മെൻറ്റോ? റോട്ടറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ആംഗുലാറായി, അല്ലേ, വട്ടത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് റോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം, ഓക്കെ. യെസ്, സോ ദാറ്റ് അത് നമുക്ക് പല എൻജിനീയറിംഗ് ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിറ്റ് ഇതിൻ്റെ ഒരു ഡിസൈനിലേക്ക് പോകാം. അപ്പോൾ ഡിസൈനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും, ഓക്കെ. സോ ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. സോ എൽ വി ഡി ടി ഷോർട്ട് ഫോർ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഇസ് എ ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നൊരു വാക്കിനെ പരിചയപ്പെടുത്താം. സോ ആരാണ് ഒരു ട്രാൻസ്ഡ്യൂസർ? ട്രാൻസ്ഡ്യൂസറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എനി ഫോം ഓഫ് എനർജി എനി അതർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്തിനേയും നമുക്കൊരു ട്രാൻസ്ഫോമർ എന്ന് പറയാം. എനി അതർ ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് LDR എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ സോളാർ സെല്ല്, സോളാർ പാനലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സോളാർ പാനൽ ഒരു ട്രാൻസ്ഡ്യൂസറാണ്. സോളാർ പാനലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സോളാർ പാനലിൻ്റെ ഇൻപുട്ട് എന്താണ്? ലൈറ്റ് എനർജിയാണ്, അല്ലേ? ലൈറ്റ് എനർജി എന്ന് പറയാൻ പാടില്ല, കുറച്ചുകൂടി നല്ലൊരു വാക്ക് എന്താണ്? തെർമൽ എനർജി എന്നാണ്. സോ തെർമൽ എനർജി അതാണ് സോളാർ പാനലിലേക്കുള്ള ഇൻപുട്ട്. സോളാർ പാനലിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ്. ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ എനർജീൻ്റെ എന്ത് ഫോമിലാണ്? വോൾട്ടേജ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, വോൾട്ടേജ് ഫോമിലേക്കാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇൻ കേസ് ഓഫ് എ സോളാർ പാനൽ. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജീനെ ഏതെങ്കിലും എനി അതർ ഫോമിലേക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് അളക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് കൺവേർട്സ് ദ ലീനിയർ മൂവ്മെൻറ്റ് ഓഫ് എ കോർ വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇപ്പോൾ ഇവിടെ ലീനിയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ. ഇനി LVDT, they are commonly used in various industrial and aerospace applications where precise position measurement is needed. അപ്പോൾ ഇവിടെ പ്രിസൈസ് എന്ന് പറയുന്ന ഒരു വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഉള്ളൊരു ഒരു മെഷർമെൻ്റ് അല്ല നമുക്ക് വേണ്ടത്, വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഹൈ റെസല്യൂഷനിലുള്ള ഒരു മെഷർമെൻറ്റ്. പക്ഷേ അത് വളരെ ചെറിയ ഡിസ്റ്റൻസുകൾക്ക് മാത്രമാണ് എന്നും. ഇനി നമുക്ക് ബേസിക്കലി ഒരു LVDT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ LVDTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, LVDT ഒരു ട്രാൻസ്ഫോമറാണ്. ഈ ഒരു ട്രാൻസ്ഫോമറിന് ഒരു പ്രൈമറി കോയിലും അതേപോലെ തന്നെ 2 സെക്കൻഡറി കോയിലാണുള്ളത്. സോ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു വൺ വേർഡാണ് കേട്ടോ, ഒരു MCQ ആണ്. 1 പ്രൈമറി ആൻഡ് എത്ര സെക്കൻഡറി? 2 സെക്കൻഡറി, 2 സെക്കൻഡറി കോയിൽസ്. ഓക്കെ, ഒരു പ്രൈമറിയും അതേപോലെ തന്നെ 2 സെക്കൻഡറിയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പ്രൈമറി കോയിൽ അവിടെ കണക്ട് വെച്ചിട്ടുണ്ട്. സെക്കൻഡറി കോയിൽ 2 എണ്ണം ഇതിന് താഴെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി കോയിലുകൾ ആക്ച്വലി 2 എണ്ണം ഉണ്ടെങ്കിലും ഇതൊരൊറ്റ കോയിൽ തന്നെയാണ്. പക്ഷേ ഇതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനെ വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെയാണ്. ഇതൊരൊറ്റ കോയിലാണ്, പക്ഷേ ആ ഒരു കോയിലിനെ 2 സെക്ഷൻസ് ആക്കി മാറ്റി 2 സെക്ഷനെയും ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോപ്പുലാരിറ്റിയിൽ മറ്റൊന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഓൾട്ടർനേഷനിലാണെങ്കിൽ അടുത്തത് മൈനസ് പ്ലസ് എന്ന് പറയുന്ന ഓൾട്ടർനേഷനിലാണ്. ഓക്കെ, യെസ്. അപ്പം ഇനി ഇവിടെ നടക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് പ്രൈമറി കോയിലിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെന്തുണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, അല്ലേ? കാരണം ഇതൊരു ട്രാൻസ്ഫോമർ, ഇതൊരു കോയിലാണ്. സോ ഇതിൻ്റെ ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ലിറ്ററലി ഇങ്ങനെ ഫ്ലക്സ് ക്രിയേറ്റ് ആവും, ശരിയല്ലേ? അപ്പോൾ ഈ ക്രിയേറ്റ് ആവുന്ന ഫ്ലക്സ് കംപ്ലീറ്റ്ലി ഈ 2 കോയിലുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആവും, റൈറ്റ്? അപ്പോൾ നമുക്കതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ പിക്ചറിൽ നമുക്ക് വരയ്ക്കാം. സോ ഇവിടെ ഞാനൊരു പ്രൈമറി കോയിൽ വരയ്ക്കാൻ പോവാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രൈമറി കോയിൽ വരച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ കോർ ഉള്ളത്. സോ ദിസ് ഈസ് ദ കോർ. ആക്ച്വലി കോർ എന്തിനാണ് ഇങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് പറയാം കേട്ടോ. ഇനി നമുക്ക് 2 സെക്കൻഡറി ഉള്ളത്. സെക്കൻഡറി നമുക്ക് വേറെ കളറിൽ വരയ്ക്കാം. ഇതാണ് ഒരു സെക്കൻഡറി കോയിൽ, ഇതാണ് അടുത്ത സെക്കൻഡറി കോയിൽ. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്? ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ ഇൻപുട്ട്,
ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നു, പ്രൈമറിയിൽ കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ സെക്കൻഡറി ഔട്ട്പുട്ട്. ഓക്കെ, സോ പ്രൈമറി ഇൻപുട്ട് എന്ന് എഴുതാം. യെസ്, അപ്പോൾ പ്രൈമറി ഇൻപുട്ടിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരു കറണ്ട് ആയി കടത്തിവിടുകയാണ്. അപ്പോൾ ഈ കറണ്ട് ആയി കടത്തിവിടുന്ന സമയത്ത് ഈ പ്രൈമറിയിൽ നിന്ന് ഫ്ലക്സ് ജനറേറ്റ് ആവും. യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നതാണ് ഫ്ലക്സ്. ഫ്ലക്സ് അവിടെ ഒരു കോർ ഉള്ളത് കൊണ്ട് ആ കോർ എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലക്സിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ട് കോയിലുകളിലേക്കും ഈക്വലായിട്ടുള്ള ഒരു വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻപുട്ടിന് 230 വോൾട്ടാണ് ഇൻപുട്ട്. സേ ഇത് 12 വോൾട്ട്, 230 വോൾട്ട് എ സിയെ 12 വോൾട്ട് എ സിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 12 വോൾട്ട് എ സി ഇപ്പോൾ നമുക്ക് സെക്കൻഡറിയിൽ ഔട്ട്പുട്ട് കിട്ടുമോ? അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. അവിടെ തന്നെയാണ് ഒരുപാട് ഒബ്ജക്റ്റീവ് MCQs ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കൺസെപ്റ്റ് നമുക്ക് രണ്ട് കോയിലുകളിലായിട്ടാണ് ഇവിടെ സെക്കൻഡറി കിട്ടുന്നത്, അല്ലേ? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഫ്ലക്സിൻ്റെ രൂപത്തിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കോയിലുകളും ഒന്നൊന്നിന് ഓപ്പോസിറ്റായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ 6 വോൾട്ടും അതേപോലെ തന്നെ ഇവിടെയും 6 വോൾട്ടുമാണ് കിട്ടുക. ഓക്കെ, കാരണം രണ്ട് ഹാഫായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. 12 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ കോയിലിൻ്റെ കണക്ഷൻ ഒന്നൊന്നിന് റിവേഴ്സ് ആയതുകൊണ്ട് ഒരു കോയിലിൽ വരുന്ന വോൾട്ടേജിന് നമുക്ക് +6 വോൾട്ടായിട്ടും അടുത്ത കോയിലിൽ വരുന്ന വോൾട്ടേജിന് നമുക്ക് -6 വോൾട്ടായിട്ടും കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ റിവേഴ്സിൽ രണ്ട് കോയിലുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ സെക്കൻഡറി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈമറിയിലെ ഇൻപുട്ട് എത്രയാണെങ്കിലും കോറ് രണ്ട് സെക്കൻഡറി കോയിലുകളിലേക്കും ഈക്വലായിട്ട് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടും ആ രണ്ട് കോയിലുകൾ ഒന്നൊന്നിന് ഓപ്പോസിറ്റായിട്ട് കണക്ട് ചെയ്തതുകൊണ്ടും നമുക്ക് ഒരു നെറ്റ് വോൾട്ടേജ് ഇവിടെ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു കേസ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കേസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കോറിനെയും ഈ ഫ്ലക്സിനെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടുത്ത കോറ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത കോറ് ഞാൻ ഈ ഒരു കോറിനെ ഞാൻ താഴേക്ക് വലിച്ച് താഴേക്ക് ഇറക്കി. ഇതാ, അപ്പോൾ ഇവിടെ ഒരു പിടിക്കാനുള്ള ഒരു ഹാൻഡ് ഗ്രിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഗ്രിപ്പിൽ പിടിച്ചിട്ട് താഴേക്ക് ഇറക്കി. അപ്പോൾ ഇവിടെ താഴേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഈ സെക്കൻഡറിയെ നമുക്ക് വേണമെങ്കിൽ നെയിം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് S1 എന്നും ഇതിനെ നമുക്ക് S2 എന്നും വിളിക്കാം. സെക്കൻഡറി 1ഉം സെക്കൻഡറി 2ഉം. അപ്പോൾ S1ന് ഇപ്പോൾ ഒരു കോറില്ല, ശരിയല്ലേ? S1 ഇരിക്കുന്ന ഭാഗം ഇവിടെയാണ്, ഇവിടെ അതിനൊരു കോറില്ല. അപ്പോൾ കോറില്ലാത്തതുകൊണ്ട് പ്രൈമറിയിൽ നിന്നുള്ള ഫ്ലക്സ് ഒന്നും ഇപ്പോൾ എങ്ങോട്ട് പോവില്ല? S1ലേക്ക് പോവില്ല. എന്നാൽ S2ൻ്റെ കാര്യം എന്താണ്? S2ന് അപ്പോഴും കോറിൻ്റെ ഒരു പോർഷൻ അവിടെ നിൽക്കുന്നുണ്ട്, അല്ലേ? യെസ്, അപ്പോൾ ഈ ഒരു സെക്ടർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ S2ന് ഒരു കോറ്, ഇതാ ഇത്രയും ഭാഗം ഒരു കോർ അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മളുടെ S1ന് ഇവിടെ കോറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ്? രണ്ടാമത്തെ കേസിൽ S1 പ്രൊഡ്യൂസ് ചെയ്യുന്നത് 0 വോൾട്ട് ആയിരിക്കും, അല്ലേ? S2 പ്രൊഡ്യൂസ് ചെയ്യുന്നതോ S2 -6 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. S2 മൈനസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനുള്ള -6 വോൾട്ടേജ് മാക്സിമം അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എന്തായിരിക്കും? ഈ ഒരു കോറിനെ ഞാൻ മുകളിലേക്ക് തള്ളി കയറ്റുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോറ് ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോറ് S2നില്ല. S2 ഇരിക്കുന്ന ഭാഗത്ത് കോറില്ല.
ശരിയല്ലേ? ഈ ഒരു ഭാഗത്ത് ഞാൻ കോറ് വരച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കില്ല. മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കാത്തതുകൊണ്ട് ഈ S2 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കോയിലിൽ കറണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇഫ് ദാറ്റ് ഈസ് എ കേസ് 2 കേസ് 3യിൽ എങ്ങനെയുണ്ടാവുക? S1ന് കംപ്ലീറ്റ് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. സോ S1 എത്ര വോൾട്ട് കിട്ടി? 6 വോൾട്ട് കിട്ടി. പക്ഷേ നമ്മളുടെ S2ന് ഒന്നും കിട്ടില്ല, 0 വോൾട്ട് ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു പൊസിഷനിൽ നിന്ന്, ഇപ്പം ഇതാണ് പൊസിഷൻ 1 എന്ന് വിചാരിച്ചോ. ഈ ഒരു പൊസിഷനിൽ നമുക്ക് എത്ര വോൾട്ടാണ് കിട്ടുന്നത്? ടോട്ടലി കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? ടോട്ടലി നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് +6 വോൾട്ടാണ് അല്ലേ? +6 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു കോറ് നിങ്ങൾ കൈകൊണ്ട് താഴേക്ക് വലിക്കും തോറും, അല്പം താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കേസും കൂടി പറയാം കേട്ടോ. അല്പം ഞാൻ ഈ കോറിന് താഴേക്ക് വലിക്കുകയാണ്. സോ ദാറ്റ് ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇതാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം S1ൻ്റെ മുഴുവൻ ഭാഗവും S2ൻ്റെ ഒരു ചെറിയ ഭാഗവും അവിടെ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ S2ൻ്റെ ചെറിയൊരു ഭാഗത്ത് കോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഈ കേസിൽ S1 = 6 വോൾട്ട് ആയിരിക്കും. അതേപോലെ തന്നെ S2 = -1 വോൾട്ട് നമുക്ക് എഴുതാം വേണമെങ്കിൽ. കാരണം -6 വരാൻ മുഴുവനും കവറാവണം, ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവഞ്ച്വലി നമുക്ക് എത്ര കിട്ടി? 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം നിസ്സംശയം പറയാം. ഈ ഒരു കോറിനെ നിങ്ങൾ പിടിച്ച് താഴേക്ക് വലിക്കുന്ന സമയത്ത് തുടക്കത്തിൽ അത് 6 വോൾട്ട് കാണിക്കും, പിന്നെ 5 വോൾട്ടിലേക്ക് കുറയും, പിന്നെ അത് 4 വോൾട്ടാവും, പിന്നെ 3 വോൾട്ടാവും, പിന്നെ 2 വോൾട്ടാവും, പിന്നെ 1 വോൾട്ടാകും, പിന്നെ 0 വോൾട്ടാവും. എപ്പോഴാണ് 0 വോൾട്ടാവുന്നത്? 0 വോൾട്ടാവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ്, അതായത് 2 സെക്കൻഡറിക്കും കംപ്ലീറ്റ്ലി പാരലായിട്ട് നമ്മൾ കോറ് വന്ന് നിൽക്കുകയാണ്. സോ 2 സെക്കൻഡറിക്കും കംപ്ലീറ്റ് വോൾട്ടേജ് കിട്ടുകയാണ്. 1 സെക്കൻഡിൽ ഉണ്ടാക്കുന്നത് 6ഉം മറ്റേത് -6ഉം ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 0 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടി. ഓക്കെ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കേസ് എന്താ? ഇനി പറയാൻ പോകുന്ന കേസ് അല്പം എന്താ പറയുക, ഇവിടെ കട്ടായി, S1ൻ്റെ ഭാഗത്തുള്ള കോറ് കട്ടായി. പക്ഷേ ഇവിടെ -6 അങ്ങനെ തന്നെയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ S1 ഒരു +5 വോൾട്ടും S6 എന്ന് പറയുന്നത് ഒരു -6 വോൾട്ടും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നെറ്റ് വോൾട്ട് എന്ന് പറയുന്നത് -1 വോൾട്ടാണ് അല്ലേ? അപ്പോൾ ഇത് ഈ 0 കഴിഞ്ഞ് നേരെ എങ്ങോട്ട് പോകും? -1 വോൾട്ടിലേക്ക് പോകും, പിന്നെ -2 വോൾട്ടിലേക്ക് പോകും, -3 വോൾട്ട്, -4 വോൾട്ട്, -5 വോൾട്ട്. കംപ്ലീറ്റ്ലി എങ്ങനെയാവുന്ന സമയത്ത് നമ്മളുടെ കോറ് കംപ്ലീറ്റ്ലി താഴെ എത്തുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് S1ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് -6 വോൾട്ടേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെക്കൻഡറി ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന മാറ്റമാണ് നമ്മളിവിടെ കണ്ടല്ലേ? ഈ ഒരു പാറ്റേണിൽ വോൾട്ടേജ് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലെ ഒരു ചെറിയൊരു പോർഷനെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ, അതായത് മേ ബി ഈ ഒരു പോസിറ്റീവ് സൈഡിലുള്ള ഈ ഒരു പോർഷനെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഡിസ്റ്റൻസ് അളക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത് ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോറ്, ഇതിൻ്റെ ടെയിൽ ആദ്യം ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഞാനിവിടെ വരയ്ക്കുകയാണ് കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. 2 കളറിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. അപ്പം നോക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഇത്രയാണ് നമ്മൾ കൈ കൊണ്ട് ഇതിനെ പിടിച്ച് താഴേക്ക് താത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? സേ X ആണെങ്കിൽ ആ Xന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആയിരിക്കില്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു ദൂരം നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇത് വെച്ച് പോസിബിൾ ആവുന്നത്. ഓക്കെ.
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് വളരെ വലിയ ഡിസ്റ്റൻസ് അളക്കാൻ നമുക്കൊരിക്കലും ഈ ഒരു ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ ചെറിയ ഡിസ്റ്റൻസുകൾ, ഒരു 30 സെൻറ്റിമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസൊക്കെ നമുക്ക് ഇത് വെച്ച് അളക്കാൻ പറ്റുള്ളൂ. ഈ നോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു LVDTക്ക് ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമുക്ക് വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. വോൾട്ടേജ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ വോൾട്ടേജ് ഔട്ട്പുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമാണ്. അതിനെ ഒരു ഡിസ്പ്ലേയിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു ദൂര സ്ഥലത്തേക്ക് വയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഒക്കെ എളുപ്പമാണ്. നേരെ മറിച്ച് നമുക്ക് റെസിസ്റ്റൻസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെ തിരിച്ച് വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് മറ്റൊരു മീഡിയ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഔട്ട്പുട്ട് ഡയറക്റ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീനിയാരിറ്റിയാണ്. സോ ഇവിടെ വളരെ ഹൈ ലീനിയാരിറ്റിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്താ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ? ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മില്ലിമീറ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് 40 മില്ലി വോൾട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ 2 മില്ലിമീറ്റർ ആകുമ്പോഴേക്കും കൃത്യം അത് എത്ര തന്നെയായിരിക്കും? 80 മില്ലി വോൾട്ടായിരിക്കും. 3 മില്ലിമീറ്റർ നിങ്ങൾ മൂവ് ചെയ്യുമ്പോഴേക്കും ഇവിടെ 120 മില്ലി വോൾട്ട് കൃത്യ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതിലൊരു വേരിയേഷൻ ഇല്ല. ഇപ്പോൾ ഒരു മില്ലിമീറ്ററിന് 40 മില്ലി വോൾട്ട് എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ ആകുമ്പോൾ 60 അല്ലെങ്കിൽ 75 ഒന്നും ആവുന്നില്ല, കൃത്യം അതിൻ്റെ ഇരട്ടി തന്നെ കിട്ടുകയാണ്. സോ ദാറ്റ് നമ്മളെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ലീനിയർ ആയിട്ടുള്ള റിലേഷനാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ഹൈ സെൻസിറ്റിവിറ്റിയാണ്. സോ ഹൈ സെൻസിറ്റിവിറ്റി, ആ സെൻസിറ്റിവിറ്റി തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം 1 മില്ലിമീറ്റർ മൂവ് ചെയ്യുന്നതിന് ഏകദേശം 40 വോൾട്ട്. 1 മില്ലിമീറ്റർ മൂവ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ 40 വോൾട്ട്, 40 മില്ലി വോൾട്ട് അല്ല, മില്ലി വോൾട്ട് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനത്തെ LVDTയും ഉണ്ട്. 1 മില്ലിമീറ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് 40 വോൾട്ട് വരെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ ഹൈ ആണെന്ന് കാണിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 40 വോൾട്ട് പെർ മില്ലിമീറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അടുത്ത പ്രത്യേകത. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ നോക്കിയാലും ഇതിനൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ്, ഇതാണ് LVDT എന്ന് പറയുന്നൊരു എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ കോറുള്ളത്. ഓക്കെ, കോറ് മൂവ് ചെയ്യുന്ന എലമെൻറ്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതിന് പുറത്ത് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാവും. ഇപ്പോൾ ഒരു നോർത്ത് പോൾ സൗത്ത് പോളുള്ള ഒരു മാഗ്നറ്റ് നമ്മളിതിൻ്റെ പുറത്തൊരു മാഗ്നറ്റ് എന്ന് എഴുതാം. മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ്, പുറത്ത് വെച്ചുള്ള മാഗ്നറ്റിൻ്റെ ഫ്ലക്സ് ഇതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മളുടെ കാൽക്കുലേഷൻ എല്ലാം തകരും. നിങ്ങൾക്കറിയാം, ഇത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു ഫ്ലക്സ് വന്നു കഴിഞ്ഞാലോ അത് അതിനോട് പ്രതികരിക്കും. അപ്പോഴും പുറത്തുനിന്നുള്ളൊരു ഫ്ലക്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, അതായത് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് റീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം നമ്മളിത് എന്ത് ചെയ്യാൻ, ഇത് കൊണ്ടുപോയി ഒരു മെഷർമെൻറ്റ് നടത്താൻ. യെസ്, ഇനി ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള AC നമുക്കിതിൽ ഉപയോഗിക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, കോറ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കണ്ടില്ലേ, ഇങ്ങനെ സിലിണ്ടറിക്കലായിട്ടുള്ളൊരു ഷേപ്പാണ് ഉണ്ടാവുക. ആ സിലിണ്ടറിക്കലായിട്ടുള്ള ഷേപ്പിൽ ആ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഒക്കെ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ ഒരു കോറ് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി സോഫ്റ്റ് അയൺ കൊണ്ടാണ്. സോഫ്റ്റ് അയൺ, അതെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സോഫ്റ്റ് അയൺ കോർ, മിക്കവാറും ഈ കോറ് എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ട്രാൻസ്ഫോമർ നമ്മളെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോമറിന് അബ്സല്യൂട്ട്ലി ഒരു ഔട്ട്പുട്ട് ഇല്ല.
കാരണം ഈ ഫ്ലക്സ് ലൈൻസിന് ഇങ്ങനെ എയറിലൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൻ്റെ അടുക്ക് നമ്മളൊരു ഇരുമ്പിൻ്റെ കോർ നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ കോർ എന്ത് ചെയ്തോളും, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ഫ്ലക്സിന് പിടിച്ചു കൊടുത്തോളും. അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സിന് ട്രാവൽ ചെയ്യാൻ എളുപ്പമുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് സോഫ്റ്റ് അയൺ തന്നെയാണ്. ഓക്കെ, സോഫ്റ്റ് അയണിലൂടെയാണ് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും പെർമിറ്റിവിറ്റി എന്ന് നമ്മൾ പറയും, ഏറ്റവും ലോ റെസിസ്റ്റൻസിൽ പാസ് ചെയ്യാൻ പറ്റുന്നത്. യെസ്, ഇനി ഇതിന് എഡ്ഡി കറണ്ടുകൾ, ഹിസ്റ്റെറിസിസ് ലോസ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ സെൻസറിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഔട്ടർ കവറിങ് നമ്മൾ ലാമിനേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ കോറ്, മറ്റൊരു കോറ് അയൺ കോറിന് പകരം ഹൈഡ്രജൻ അനീൽഡ് നിക്കൽ അയൺ കോറും നമുക്ക് ഉപയോഗിക്കാം. ഹാർമോണിക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹൈഡ്രജൻ അനീൽഡ് നിക്കൽ അയൺ കോർ നമുക്ക് ഉപയോഗിക്കാം. ഇനി വെറും അയൺ കോർ ആണെങ്കിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതിങ്ങനെ സ്ലോട്ടഡ് ആയിരിക്കും, ഇത് കാണാൻ ഇങ്ങനെ സ്ലോട്ടഡ് ആയിരിക്കും, ഗ്രൂവ് ഉണ്ടാവും. നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ കോർ കാണുന്നില്ലേ, ട്രാൻസ്ഫോമറിൻ്റെ കോറിൽ ഒരുപാട് ഇങ്ങനെ ചെറിയ പീസസ് ബിൽഡ് ചെയ്തായിരിക്കും ആ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രാൻസ്ഫോമർ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ഐ ഷേപ്ഡ് കോറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ചെറിയ 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 പീസുകളാക്കി ആ പീസുകൾ ഒന്നിച്ച് ചേർത്താണ് നമ്മൾ ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട്, ഫൈനൽ കോറായിട്ട് വെക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ഡി കറൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. എഡ്ഡി കറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നിലധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലൈസുകളാക്കി ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്ലോട്ടഡ് ആക്കുകയാണെങ്കിൽ എഡ്ഡി കറണ്ട് അവിടെ കമ്പൈൻ ചെയ്ത് മുറിഞ്ഞു പോയിക്കോളും. ആ എഡ്ഡി കറണ്ടിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് കോറുകൾ നമ്മൾ ലാമിനേഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ കറണ്ടിന് ഒരു കോറായി ഒരു കോറല്ല, ഒരു സ്ലോട്ടുമായിട്ട് അടുത്ത സ്ലോട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്ത് പോകാൻ പറ്റില്ല. സോ ഇങ്ങനെ വളരെ അടുത്ത് ഇങ്ങനെ സ്ലോട്ടുകളായിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒരൊറ്റ ഇരുമ്പിൻ്റെ കട്ട ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പല മുറിച്ച പീസസ് കൂട്ടിച്ചേർത്താണ് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ലോട്ടിൽ നിന്ന് അടുത്ത സ്ലോട്ടിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൊടുക്കില്ല. യെസ്, അപ്പോൾ അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി സംസാരിക്കാനുള്ളത്. വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ഒരു കോറ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കളറിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ കണ്ടില്ലേ, ഇവിടെ രണ്ട് കോറുകൾക്കും രണ്ട് കോയിലുകൾക്കും ഫ്ലക്സ് കിട്ടുകയാണ്. പക്ഷേ കോറ് മുകളിലായിരിക്കുന്ന സമയത്ത് ഈ ഒരൊറ്റ ആദ്യത്തെ കോയിലിന് മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, ഫ്ലക്സ് കിട്ടുന്നുള്ളൂ. ഇനി ഇത് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു റീഡിങ്ങിനെ ഗ്രാഫാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതാണിത്. നമ്മൾ നേരത്തെ +6 വോൾട്ടിൽ നിന്ന് -6 വോൾട്ടിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ വരച്ചല്ലോ. അപ്പോൾ അതേ ട്രാൻസിഷൻ തന്നെയാണ് ഇവിടെ ഗ്രാഫാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ സെൻസർ വളരെ ലീനിയർ ആണ് എന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ച് പ്ലസിലേക്കും മൈനസിലേക്കും ലീനിയറായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ നമ്മളൊരു LVDT നോക്കുകയാണെങ്കിൽ, സോ ഈ ഒരു LVDT ഇത് തന്നെ നോക്കാം. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഈ പൊസിഷനിൽ നമ്മൾ എന്താ പഠിച്ചത്, ഇവിടെ +6 വോൾട്ടും ഇവിടെ -6 വോൾട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് വി ഔട്ട് എന്ന് പറയുന്നത് 0 വോൾട്ട് എന്നാണ്. പക്ഷേ ഒരിക്കലും അവിടെ 0 വോൾട്ട് കിട്ടില്ല. അവിടെ ഒരു ചെറിയ ഒരു 50 മില്ലി വോൾട്ട് എങ്കിലും ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് അവിടെ സ്റ്റഡി ആയിട്ടുണ്ടാകും. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കേസാണ് ഈ +6ഉം -6ഉം കട്ടായി പോകുന്നുള്ളത്. തിയറിറ്റിക്കലായിട്ടുള്ള കേസാണ് +6ഉം -6ഉം ക്യാൻസലായി 0 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വളരെ ചെറിയൊരു വോൾട്ടേജ് അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും LVDTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 0 ആക്കാൻ പറ്റില്ല. കോറ് നിങ്ങൾ എത്ര ഫൈൻ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നടുക്ക് വെച്ചാലും
ഔട്ട്പുട്ട് വളരെ ചെറിയൊരു ഔട്ട്പുട്ട്, ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടോ, ഇത്രയും വോൾട്ട്, ആ ഒരു സെക്ഷൻ അതിൻ്റെ റെസിഡ്യുവൽ വോൾട്ടേജാണ്. അപ്പോൾ ഇത് സീറോയിലേക്ക് ഒരിക്കലും എത്തില്ല. അതായത് ഇപ്പം +6 എന്നാണെങ്കിൽ +6 +5 +4 3 2 1 എന്ന് പറഞ്ഞ് ഒരു 0.5 വരെ എത്തും. ആ 0.5 നിന്ന് പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് പോവുക -0.5 -0.1 -0.2 -0.3 -0.4 -0.5 -0.6 ഉണ്ടല്ലേ, ഇവിടം വരെ എത്തി. അപ്പോൾ ഒരിക്കലും സീറോയിലേക്ക് ഇത് എത്തുന്നില്ല, പകരം ഒരു റെസിഡ്യുവൽ വാല്യൂ വരെയാണ് എത്തുള്ളൂ. അത് 0.5 എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത്രയൊന്നുമല്ല, വളരെ ചെറിയ മില്ലി വോൾട്ട് ആയിരിക്കും. 0.5 വോൾട്ട് ഒന്നും റെസിഡ്യുവൽ വോൾട്ടേജ് സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. അഡ്വാൻറ്റേജ് ഒന്ന് ഹൈ റേഞ്ചാണ്. രണ്ടാമത്തേത് ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ റോബോട്ടിക്കൽ പ്രിസിഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റോബോട്ട്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും, വളരെ ചെറിയ സെറ്റിൽ മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ. ആ ചെറിയ മൂവ്മെൻറ്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. രണ്ടാമത്തെ പോയിൻറ്റ് ഫ്രിക്ഷൻ ലോസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള മൂവ് ചെയ്യുന്ന പാർട്സും തമ്മിൽ ഫ്രിക്ഷൻ വരുന്ന രീതിയിലില്ല. അതായത് ഇപ്പോൾ ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ടച്ച് ചെയ്യുന്നില്ല കോറ് അല്ലേ. കോറ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം, എവിടെയും തൊടുന്നില്ല, മെക്കാനിക്കലി ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രിക്ഷൻ ലോസ് കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻസിറ്റിവിറ്റി കൂടുതലാണ്, ഹിസ്റ്ററിസിസ് വളരെ കുറവാണ്, ലോ പവർ കൺസപ്ഷനിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഡയറക്റ്റ് നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ LVDT ഈസ് സെൻസിറ്റീവ് ടു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. പറഞ്ഞ കാര്യമാണ്, സ്ട്രേ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡുകൾ ഇതിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ വൈബ്രേഷൻസും അതേപോലെ ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാന്തത്തിൻ്റെ കാന്തശക്തി കുറയും അല്ലേ. നിങ്ങളൊരു മാഗ്നറ്റ് എടുത്തത് എന്ത് മാഗ്നറ്റ് വേണമെങ്കിൽ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറയും, മാഗ്നറ്റിക്കൽ പവർ കുറഞ്ഞ് ഇല്ലാതായും. അപ്പോൾ ഇല്ലാതായി മാറുന്ന ടെമ്പറേച്ചറിനെ ക്യൂരി പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് AC ആണ്. സംടൈംസ് നമുക്ക് അതിനെ DC കൺവേർട്ട് ചെയ്യേണ്ടി വരും. വൈബ്രേഷൻസ് ഒരു വലിയ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡൈനാമിക് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ പല ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. പ്രൈമറി കോയിലേക്കുള്ള വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഓരോ അപ്ലിക്കേഷൻസിനും സബ്ബായിട്ട് അതിൻ്റെ ഏരിയാസ് ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ, എയറോസ്പേസ്, ഡിഫൻസ്, ഓട്ടോമോട്ടീവ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, എനർജി സെക്ടർ, റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ്, മെറൈൻ ആൻഡ് സബ്സീ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഇവിടെയൊക്കെ ഇതിന് അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ ചെറിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഇതൊരു വളരെ ഡെപ്തിലുള്ളൊരു ക്ലാസ് അല്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ LVDT ഈസ് ബേസ്ഡ് ഓൺ ഹോൾ എഫക്റ്റ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, പീസോ ഇലക്ട്രിക് എഫക്റ്റ്, എഡ്ഡി കറണ്ട്. ഏതാണ് നമ്മൾ പഠിച്ചു? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് അല്ലേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വഴിയാണ് LVDT വർക്ക് ചെയ്യുന്നത്. LVDT ഈസ് യൂസ് ടു മെഷർ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രഷർ, പീസോ ഇലക്ട്രിക് എഫക്റ്റ്, എഡ്ഡി കറണ്ട്. ഓക്കെ, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് RVDT ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. RVDT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടറി ലീനിയർ എന്നുള്ളതിന് പകരം റോട്ടറി. അപ്പോൾ ഇപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് LVDT വെച്ച് ചെയ്യുന്നതെങ്കിൽ RVDT വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. സോ RVDT ഈസ് യൂസ് ടു മെഷർ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇവിടെ LVDT ആണെങ്കിലോ, LVDT ആണെങ്കിൽ ആംഗുലാറിന് പകരം എന്ത് വരും? ലീനിയർ വരും അല്ലേ.
ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ് LVDT ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് ഓഫ് LVDT ഈസ് ഇൻ ദ ഫോം ഓഫ് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്. എന്തിൻ്റെ ഫോമിലാണ്? വോൾട്ടേജ് ഫോമിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ആൻഡ് LVDT ഹാസ് ഹൗ മെനി കോയിൽസ് ഇൻ ടോട്ടൽ? ഹൗ മെനി കോയിൽസ് ഇൻ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. 2 സെക്കൻഡറിയും 1 പ്രൈമറിയും ചേർത്ത് ടോട്ടൽ 3 കോയിലുകളാണ് ഒരു LVDTക്കുള്ളത്. LVDT ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് സെയിം ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? 1 primary and 2 secondary, 2 primary and 1 secondary, 2 primary and 2 secondary, 2 primary and 3 secondary. ഇതാണ് കറക്റ്റ് ആൻസർ. 1 പ്രൈമറി കോയിലും 2 സെക്കൻഡറി വൈൻഡിങ്സുമാണ് LVDTക്കുള്ളത് കേട്ടോ. വെൻ ദ കോർ ഓഫ് എൻ LVDT ഈസ് അറ്റ് ദ സെൻറ്റർ, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം, ഔട്ട്പുട്ട് വോൾട്ടേജ് 0, ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ്, കറണ്ട് ഇൻക്രീസസ്. ഏതാണ് ആൻസർ കറക്റ്റ്? LVDT കൃത്യം നടുക്കാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ് ഫോർ ദ കോർ ടു റെഡ്യൂസ് എഡി കറണ്ട്? എഡി കറണ്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? സോളിഡ് അയൺ കോർ വയ്ക്കുക, ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ വയ്ക്കുക, ഫെറോ മാഗ്നറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയ്ക്കുക, ഒരു മ്യൂ മെറ്റൽ വയ്ക്കുക. അപ്പോൾ മ്യൂ മെറ്റൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ എഡി കറണ്ട് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ലാമിനേഷൻ ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു സെക്ഷൻ്റെ ചോദ്യം അല്ല എങ്കിൽ കൂടി എഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് എക്യുപ്മെൻറ്റിലാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? ലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡി കറണ്ടിനെ കട്ട് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് LVDT? കോൺടാക്ട്ലെസ് മെഷർമെൻ്റ് ആണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. ഹൈ സെൻസിറ്റിവിറ്റി, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അഫക്റ്റഡ് ബൈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, യെസ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. റഗ്ഗഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. LVDT is commonly used in pressure sensors, vibration analysis, പൊസിഷൻ ഫീഡ്ബാക്ക് സിസ്റ്റം, ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്. ഇതൊരു അനലോഗ് സെൻസറാണ്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. വൈബ്രേഷനുള്ള സ്ഥലത്ത് നമുക്ക് LVDT കൊണ്ടുവയ്ക്കാൻ തന്നെ പറ്റില്ല. നമ്മൾ നേരത്തെ ഡിസഡ്വാൻറ്റേജിൽ പഠിച്ചു അല്ലേ. വൈബ്രേഷനും അതേപോലെ തന്നെ ടെമ്പറേച്ചറും ഇതിൻ്റെ പെർഫോമൻസിന് ഡീഗ്രേഡ് ചെയ്യും. പ്രഷർ സെൻസറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രഷർ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറായിട്ട് നമ്മൾ ബോർഡൻ ട്യൂബിൻ്റെ കൂടെ LVDT ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രഷർ സെൻസറിൻ്റെ ഉള്ളിലല്ല ഉപയോഗിക്കുന്നത്. പ്രഷർ സെൻസറിൻ്റെ കൂടെ പ്ലസ് LVDT എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്. പ്രഷർ സെൻസർ LVDTയും കൂടി കൂട്ടി നമുക്ക് പ്രഷർ അളക്കാൻ പറ്റും. പക്ഷേ LVDT കോമൺലി യൂസ്ഡ് എന്നാണ് ചോദ്യം. പ്രഷർ സെൻസറിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു പ്രഷർ സെൻസറിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പൊസിഷൻ ഫീഡ്ബാക്കാണ് കറക്റ്റ് ആൻസർ. പൊസിഷൻ കറക്റ്റ്, ഓരോന്നിൻ്റെയും പൊസിഷൻ അളക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ പറയുക, അങ്ങനെ മൂവ് ചെയ്യുന്ന 2 എലമെൻറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നമ്മളൊരു LVDTൻ്റെ കോർ വെച്ചിരിക്കുകയാണ്. ഈ ഒരു A എന്ന് പറയുന്ന ബോക്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് മൂവ് ചെയ്ത് ഇവിടെ എത്തി, ഫർദർ പിന്നെ കുറച്ചുകൂടി മൂവ് ചെയ്യാണ്. അപ്പോൾ LVDTൻ്റെ കോർ അല്പം കംപ്രസ്ഡ് ആയി അല്ലേ, ഇത്രയും കംപ്രസ്ഡ് ആയി. അങ്ങനെ കംപ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവണം. കാരണം ഈ ഒരു A എന്ന് പറയുന്ന മെറ്റീരിയലിനെ ഇവിടെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അത് നമുക്ക് ഇവിടെ LVDT വെച്ച് സാധിച്ചു അല്ലേ. അപ്പോൾ പൊസിഷൻ ഫീഡ്ബാക്ക് സിസ്റ്റത്തിനൊക്കെ നമ്മൾ എന്തുപയോഗിക്കും? LVDT നമ്മൾ ഉപയോഗിക്കും. ദാറ്റ് ഈസ് റോബോട്ടിക്സിനുള്ള മുഴുവൻ എന്താണ്? പൊസിഷൻ ഫീഡ്ബാക്ക് തന്നെയാണ്. ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് LVDT ഇൻ എയറോസ്പേസ് ഈസ് ഓൾട്ടിമീറ്റർ. ഓൾട്ടിമീറ്റർ എന്ന് വെച്ചാൽ വിമാനം എത്ര ഹൈറ്റിലാണ് പോകുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിറോയിഡ് ബാരോമീറ്റർ പോലത്തെ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ആക്ച്വേറ്റർ, പൊസിഷൻ സെൻസിങ്, ഫ്യൂവൽ മീറ്ററിങ്, വിൻഡ് സ്പീഡ് ഡിറ്റക്ഷൻ. അപ്പോൾ ഏതായിരിക്കും? ആക്ച്വേറ്റർ പൊസിഷൻ സെൻസിങ് ആണ്. അതായത് വിമാനത്തിൻ്റെ 2 ചിറകുകൾക്ക് ഒരു ബൗണ്ടറിയിലായിട്ട് ഫ്ലാപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ഫ്ലാപ്പ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഈ ഫ്ലാപ്പിൻ്റെ പൊസിഷൻ പൈലറ്റ് ഫ്ലാപ്പ് 1, ഫ്ലാപ്പ് 2, ഫ്ലാപ്പ് 3, ഫ്ലാപ്പ് 4, ഫ്ലാപ്പ് 5 വരെ ഉണ്ട്. അപ്പോൾ ഫ്ലാപ്പ് 5 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനത്തിൻ്റെ ഒരു എയർപ്ലെയിൻ്റെ വിങ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ഫ്ലാപ്പ് ഉണ്ടാവുക. ഇവിടെയാണ് ഇങ്ങനെ ഒരു 3-4 പീസുകളായിട്ട് ഫ്ലാപ്പുകൾ ഉണ്ടാവുക. ഈ ഫ്ലാപ്പ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ലിഫ്റ്റ് ചെയ്യും. സോ ഇങ്ങനെ നിൽക്കുന്ന ഫ്ലാപ്പ്
ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാപ്പ് 2-ലൊക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഫ്ലാപ്പ് 3-ൽ ഇടുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. സോ ദാറ്റ് അത് കൂടുതൽ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കാറിനൊക്കെ സ്പോയിലർ കൊടുക്കുന്നില്ല, അതേപോലെ. അപ്പം ഇങ്ങനെ ഡെഡായിട്ടുള്ള ഇതാണ് വിങ്, ഇതാണ് ഫ്ലാപ്പെങ്കിൽ ഇത് ഫ്ലാപ്പ് 0 ആണ്. ഫ്ലാപ്പ് 1 എന്ന് പറയുമ്പോൾ ഇത് അല്പം ഇങ്ങനെ പൊക്കി വയ്ക്കാം. അപ്പോൾ പൊക്കി വയ്ക്കുന്ന സമയത്ത് ഇതിലേ വരുന്ന എയർ എന്ത് ചെയ്യും, ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകും. സോ ദാറ്റ് ഇതിന് താഴേക്കൊരു ഡ്രാഗ്, താഴേക്കൊരു ഫോഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് ലാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലൈംബ് ചെയ്യാനും മുകളിലേക്ക് കയറാനൊക്കെ ഫ്ലാപ്പുകൾ ഉപയോഗിക്കും. ഈ ഫ്ലാപ്പുകളുടെ പൊസിഷൻ എത്രയാണ്, ഫ്ലാപ്പ് 1-ലാണോ 2-ലാണോ 3 ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ LVDT ഉപയോഗിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇതൊരു ഫണ്ടമെൻ്റൽ ക്ലാസ് ആണ്. വളരെ പ്രൈമറി ലെവലിലുള്ള കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള പിന്നെ ഇക്വേഷൻസ് ഉണ്ട് ആ സൈഡ്, അതൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ടമെൻ്റൽ ബ്രഷപ്പ് മാത്രം, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.